ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. കമൽഹാസനാണ് നായകൻ, STR അഭിനയിച്ചിട്ടുണ്ട്, തൃശ്ശയുണ്ട്, പിന്നെ ജോജു ജോർജ് ഉണ്ട്, AR റഹ്മാനാണ് ഇതിൻ്റെ സംഗീതം ചെയ്തേക്കണം. ഈ സിനിമ എനിക്ക് വർക്കായി. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഈ സിനിമ ഒരു ദുരന്തമായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു പടമാണ്. പക്ഷേ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. കാരണം മണിരത്നം എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ ഇഷ്ടം ഉള്ളത് കൊണ്ടായിരിക്കാം, അത് ഉള്ളിലിങ്ങനെ സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം. എനിക്കെന്തോ ഈ പടം അടിപൊളിയായിട്ട് വർക്കായി. സാധാരണ ഗാങ്സ്റ്റർ പടങ്ങൾ ഭയങ്കര മാസ് വില്ലനായിട്ട് അടിച്ചോടിക്കുന്ന ആ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഒരു ഇമോഷണലി പ്രാധാന്യം കൊടുത്തുള്ളൊരു സിനിമയാണ്. എന്താണ്, കമൽഹാസൻ്റെ ഇപ്പോൾ വിക്രത്തിലെ പോലത്തെ അങ്ങനത്തെ മാസ് സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ, ആ കഥാപാത്രം എന്താണോ, അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, ഈ കഥ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബിൽഡ് ചെയ്തെടുക്കാം. കാരണം അത്ര ലെവലുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ അതിലോട്ടൊന്നും പോകാതെ ഒരു ഭയങ്കര ഒരു സാധാരണ ഒരു ഗാങ്സ്റ്ററിൻ്റെ ലൈഫിൽ എന്താ നടക്കുന്ന ആ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഒരു എന്താണ് വലിയ കൊമേഴ്ഷ്യൽ ലെവലിലേക്കൊന്നും കാണിക്കാതെ ഒരു ചെറിയ ലൈറ്റായിട്ട് കാണിച്ച ഒരു സിനിമയായിട്ട് എനിക്ക് പടം വർക്കായി. പിന്നെ ഇതിൻ്റെ ഒരു സംവിധാനം എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ സിനിമ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്തത്. കാരണം ക്ലീശേ ടൈപ്പ് സംഭവങ്ങൾ തന്നെയാണ് ഈ വില്ലന്മാരെ കൊല്ലുന്ന. ഈ ഇപ്പോൾ വിവേകത്തിൽ അഞ്ചാനിലൊക്കെ മറ്റേ എന്താ പറയുക, വിവേകത്തിനെ കുറിച്ച് അറിയില്ലേ? ആ വിവേകത്തിനെ കുറിച്ച് മറ്റേ വിവേകത്തിൽ അഞ്ചാനിലൊക്കെ സാധാരണ എങ്ങനെയാണ് ഒരു നായകനെ കൊല്ലുന്നത് ഒരു കൊക്കയുടെ നടുവിലായിരിക്കും. ഇവ ജവാനില് ഇത് സംഭവം എന്ന് പറഞ്ഞ ഒരു നായകനെ കൊല്ലാൻ നേരത്തെ ഇവന്മാർക്കൊരു തലയോട്ടി പൊളിച്ച രീതിയിൽ ഗൺ ഷോട്ട് വെക്കൂല. ഇവിടെ നെഞ്ചിലും വയറിലും തടവിട്ടിട്ട് കൊക്കയിലോട്ട് നൈസായിട്ട് തള്ളും. എന്തിനാന്നറിയോ? തിരിച്ചു വന്നിട്ട് ഇവന്മാരൊക്കെ കൊല്ലാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങനെ സെയിം അത് തന്നെ, സെയിം ആ സംഭവം തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കണം. വരുന്നു, കൊല്ലുന്നു. ഇവന്മാർക്കൊക്കെ ഒരു മറ്റേ ജവാനിലൊക്കെ ഒരു 10-12 വെടി വെക്കും. അന്ന് ഒരു വെടി പോലും നെറ്റിക്ക് വെക്കൂല. എന്നിട്ടും കുറേ ദൂരത്തിൽ നിന്നാണ് ആ വീഴണം. എന്നിട്ടും ചാവൂല. എന്നിട്ട് തിരിച്ചു വരും. ഒന്നല്ലെങ്കിൽ ഒരു ഓർമ്മപ്പശക ഉണ്ടാവും, ഈ വില്ലന്മാരെ കൊല്ലാൻ വേണ്ടി വരും. ഇത് സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ആ ക്ലീശയ്ക്ക് ഇതിനകത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതേപോലെ തന്നെയാണ് കൊക്കയിലോട്ട് മുന്തി വിട്ടിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പുള്ളി ലൈറ്റായിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നത്. പിന്നെ അതിനകത്ത് കമൽഹാസൻ്റെ ചില സംഭവങ്ങളൊക്കെ ഇത്തിരി കോമഡി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ആയി കഴിഞ്ഞപ്പോൾ ഇല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ? ക്ലൈമാക്സിൽ ഈ സംഭവം ഓക്കെ, നൈസ്. ഒരു ഇല്ല, ഇത് കഥ പറഞ്ഞു തന്നതിന് ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ കമൽഹാസൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഗാങ്സ്റ്ററാണ്. പുള്ളിയുടെ ആ പ്രവൃത്തി കാരണം ചുറ്റുമുള്ള കുറേ പേർക്ക് അത് അനുഭവിക്കേണ്ടി വന്നു. ചിലവർക്ക് ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, പരസ്പര വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു, എന്താണ് ആരുമില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഒരാളുടെ ഒരു പ്രവൃത്തി കൊണ്ടിട്ട് അത് പുള്ളിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ചുറ്റുപാടും പുള്ളി ചെയ്ത പ്രവർത്തികൾ ചുറ്റുപാടും ആയിട്ടങ്ങോട്ട് അത് എഫക്റ്റ് ചെയ്യും. അത് പുള്ളി അവസാനം ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് റിയലൈസ് ചെയ്ത് പിന്നീടൊരു മര്യാദക്കുള്ളൊരു ലൈഫിലേക്ക് പോകുന്നതാണ് സിനിമ. ഇത് ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ മാസ് സംഭവമൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് നിരാശയായിട്ട് തന്നെ വരേണ്ടി വരും. പക്ഷേ പക്ക മണിരത്നം പടമാണ് ഇത്. ഇപ്പം ഈ സിനിമ ചിലപ്പോൾ അലമ്പാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു മൂവിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഓക്കെ, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ പിന്നെ